കോലഞ്ചേരിയിലെ കോട്ടൂർ വണ്ടിപ്പെട്ട റോഡിലെ വീതി കുറവുള്ള ഭാഗത്ത് അപകടം പതിയിരിക്കുന്നു. കോട്ടൂർ പള്ളിയിൽ നിന്ന് 100 മീറ്റർ അകലെ 10 അടിയോളം പൊക്കത്തിലുള്ള ഈ റോഡിൽ മുൻപ് പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇറക്കവും വളവും കഴിഞ്ഞാൽ വാഹനങ്ങൾ നേരെ പോകുന്നത് വീതി കുറഞ്ഞ ഒരു റോഡിലേക്കാണ്. അപകടങ്ങൾ ഒഴിവാക്കാൻ റോഡിന് സുരക്ഷാ ഭിത്തി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഷബാസ് അഹമ്മദ് ചേരുന്നു. ഷബാസ്, എത്രത്തോളം അപകട സാധ്യതയുള്ള മേഖലയാണത്? നാട്ടുകാരുടെ ആവശ്യം എന്താണ്? റോഷ്നി, എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി, മാമല എന്നീ 2 പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റോഡാണ് കോട്ടൂർ വണ്ടിപ്പേട്ട റോഡാണിത്. ആ റോഡിലാണ് വലിയ അപകട ഭീഷണിയായിക്കൊണ്ട് റോഡ് പൊക്കത്തിലുള്ള ഒരു അല്ലെങ്കിൽ റോഡ് ഒരു ഗർത്തത്തിന് തൊട്ടടുത്തിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നോക്കിയാൽ അറിയാം. ഈ വളവ് തിരിഞ്ഞ് ഈ ഇറക്കത്തിലൂടെ ഇറങ്ങി വരുമ്പോൾ നേരെ എത്തുന്നത് ഈ ഒരു ഗർത്തത്തിനരികിലുള്ള വീതി കുറഞ്ഞ റോഡിലേക്കാണ്. മറ്റു സ്ഥലങ്ങളിൽ റോഡിന് 8 മീറ്ററോളം ഏകദേശം വീതിയുണ്ട്. പക്ഷേ ഈ വളവ് തിരിഞ്ഞിറക്കത്തിലൂടെ വന്നാൽ താഴേക്ക് വരുമ്പോൾ ഇവിടെ കാണാം 6 മീറ്റർ മാത്രമേ വീതിയുള്ളൂ. അതായത് 2 വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ മാത്രമുള്ള വീതിയുള്ള റോഡാണ്. ഈ റോഡിന് തൊട്ട് താഴെ ഈ 10 അടിയോളം താഴ്ചയിൽ അല്ലെങ്കിൽ 10 അടിയിലധികം താഴ്ചയുള്ള ഒരു ഗർത്തമാണ്. ഇവിടെ ഈ ചെടികളൊക്കെ മറിഞ്ഞ് അതിന്റെ ഒരു ആഴം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയില്ലെങ്കിലും പക്ഷേ വലിയ ആഴത്തിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഈ ഡിവൈഡറുകൾ അല്ലെങ്കിൽ സുരക്ഷാ ഭിത്തി സ്ഥാപിച്ചതിന്റെ അവസ്ഥ നിലവിൽ ഇതാണ്. ഇത് നമുക്ക് ഇങ്ങനെ ആട്ടി നോക്കിയാൽ പോയി മുഴുവൻ പൊളിഞ്ഞു പോയ ഈ ഡിവൈഡറുകളാണ്. ഇതാണ് ഇവിടെയുള്ളത്. ഇതിന് കാരണം പല തവണ ഇവിടെ ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്, പല അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 2 തവണ ഓട്ടോറിക്ഷ മറിഞ്ഞിട്ടുണ്ട്. അത് ഒരേ ദിവസം തന്നെ ഇവിടേക്ക് മറിഞ്ഞിട്ടുണ്ട്. ബൈക്ക് മറിഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ ഒരു ലോറി വന്ന് ആ മതിലിൽ തട്ടി നിന്നിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി അപകടങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ സ്ഥാപിച്ചിരുന്ന ഈ ഡിവൈഡറുകൾ, ഈ സുരക്ഷാ ഭിത്തിയൊക്കെ പൊളിഞ്ഞു പോയത്. അങ്ങനെയാണ് ഈ ഓട്ടോറിക്ഷയും ബൈക്കും ഒക്കെ താഴേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായി. പലർക്കും വലിയ പരിക്കുകൾ തന്നെ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ മതിൽ നോക്കിയാൽ അറിയാം. ഒരു ലോറി ഈ വളവ് തിരിഞ്ഞിറക്കത്തിലൂടെ ഇറങ്ങി വന്ന് അത് ഈ ഗർത്തത്തിലേക്ക് പോകാതെ തടഞ്ഞു നിന്നത് ഈ മതിലാണ്. ഈ മതിൽ പൊളിഞ്ഞു വീഴാറായ സാഹചര്യം നമുക്കറിയാം. ആ ലോറിയെ താങ്ങി നിർത്തിയതുകൊണ്ട് മാത്രമാണ് മതിൽ ഈ അവസ്ഥയിലായത്. അങ്ങനെ വലിയ അപകടത്തിന് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ കോട്ടൂർ വണ്ടിപ്പേട്ട റോഡിലെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ചേട്ടാ, വലിയ അപകടങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലമാണല്ലേ? അപകടം നടക്കാൻ എല്ലാ സാധ്യതയുണ്ട്. 2-3 അപകടങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഈ റോഡ് വടവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഞാൻ ജനപ്രതിനിധിയായിരുന്ന കാലഘട്ടത്തിൽ അന്ന് കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റാണ്. അത് ഏകദേശം അന്ന് 12 കോടി രൂപ മുടക്കി ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് പോലെ വന്നു. അതിന് നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ അതിന് 2 കോടി രൂപയോളം ഫണ്ടിൽ കുറവ് വന്നു. അതുകൊണ്ട് കുറച്ച് റോഡിലൊക്കെ അഡീഷണൽ വർക്കുകളെല്ലാം കുറഞ്ഞു വന്നു. പക്ഷേ ഇവിടെയെല്ലാം ബാക്കി എല്ലാവരും തന്നെ ഈ കോട്ടൂർ മുതൽ തുടങ്ങിയാൽ വണ്ടിപ്പേട്ട വരെയുള്ള ഭാഗങ്ങളിൽ എല്ലായിടത്തും തന്നെ വീതി നമുക്ക് ലഭിച്ചു. ഇവിടെ പല തവണ ഞങ്ങൾ നാട്ടിലെ റെസിഡന്റ് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടും നാട്ടുകാരും എല്ലാം ചർച്ച ചെയ്ത് ഇവിടെ ഒരു വഴിക്ക് വീതി എടുക്കാനുള്ള ശ്രമങ്ങൾ ഒരുപാട് ഞങ്ങൾ നടത്തിയതാണ്. പക്ഷേ ഇവിടെ മാത്രം നമുക്ക് ആ സ്ഥലം ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഇവിടെ അപകടം ഉണ്ടാകാവുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് റോഡ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നൊരു ഈ വളവ് തിരിഞ്ഞ് ഇറക്കത്തിലൂടെ ഒരു വണ്ടി വീശി ഒടിച്ച് വരികയാണെങ്കിൽ നേരെ പോകുന്ന ആ താഴ്ചയിലേക്കായിരിക്കും. തീർച്ചയായിട്ടും ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇത് പരിഹരിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുള്ളതാണ്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. ആ സ്ഥലം തരാനൊരു വൈമുഖ്യം കാണിച്ചുകൊണ്ടാണ് അന്നങ്ങനെ പറ്റിയിട്ടുള്ളത്. റോഷി, അതാണ് ഈ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ ഭാഗത്ത് ഈ റോഡ് ഇങ്ങനെ തുടരാൻ കാരണമായി ഈ മുൻ വാർഡ് മെമ്പർ അടക്കം പറയുന്നത്. പക്ഷേ ഈ റോഡ് ഇത്തരത്തിൽ ഇവിടെ തുടർന്ന് പോയി കഴിഞ്ഞാൽ വരുന്ന വാഹനങ്ങൾ ഇനിയും അപകടത്തിൽ പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഈ റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തന്നെ അത്രയ്ക്കും ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഒരുപക്ഷെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പൊന്തക്കാടൊക്കെ മൂടി നിൽക്കുന്നതുകൊണ്ട് വലിയ അപകട സാധ്യത തോന്നില്ല. പക്ഷേ നേരെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഗർത്തമാണ് താഴെയുള്ളത്. 10 അടിയോളം താഴ്ചയുണ്ട്. ഈ വളവ് തിരിഞ്ഞ് ഇറങ്ങി വരുന്ന വാഹനങ്ങൾ നേരെ മറിയുന്നത് അതിലേക്കായിരിക്കും. അത് വലിയ അപകടങ്ങൾക്ക് സാഹചര്യം ഉണ്ടാക്കും. നിലവിൽ 4ഓളം അപകടങ്ങളാണ് ഇതിനിടയിൽ നടന്നു പോയിട്ടുള്ളത്. ഓട്ടോയും ബൈക്കും അടക്കം ഇതിന് താഴേക്ക് പൂർണ്ണമായും മറിഞ്ഞു വീണിട്ടുണ്ട്. പലർക്കും, ഒരു സ്ത്രീക്കടക്കം വലിയ പരിക്കുകൾ പറ്റി ചികിത്സയിൽ ഇപ്പോഴും തുടരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഈ ഒരു റോഡിൽ ഇനിയും ഈ പണികൾ പൂർത്തിയാക്കി അല്ലെങ്കിൽ ഇതിന് വീതി കൂട്ടാനുള്ള നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ അപകടങ്ങൾ തുടർക്കഥയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. റോഷി, ഷഹബാസ് അഹമ്മദാണ് ആ പാതയോരത്തെ പ്രശ്നം ചൂണ്ടിക്കാട്ടിയത്. പതിവായി അപകടം ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് പരിഹരിക്കാനുള്ള ഒരു പ്രതിവിധി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്.